ഐസ് റെഡി ആയിരിക്കുവാണ്. അതുകൊണ്ടാ പൊക്കി എടുക്കുന്നത് നോക്കിക്കേ. ഇതില് തൊടുമ്പോ നല്ല കൂളിംഗ് ആണ്, നല്ല ഐസ്, നല്ല കട്ടിയായി. ഇതിന്റെ അകത്തൂടെയാണ് അമോണിയം ശക്തമായി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം അറിയാമോ? നമ്മുടെ മീനിനൊക്കെ ഐസ് ഇടുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മീനിനൊക്കെ നമ്മുടെ നാടുകളില് കടകളിലൊക്കെ ഇങ്ങനെ വേണ്ടി ഐസ് ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, കേടാകാതെ. ഈ ഐസ് ബൾക്കായിട്ട് എങ്ങനെയാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഐസ് ഫാക്ടറിയിൽ നമ്മൾ എത്തി കേട്ടോ. തമിഴ്നാട് സായൽകുടിയിൽ അണ്ണാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഐസ് ഫാക്ടറിയിലാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പോയി ഇതിന്റെ ഫുൾ പ്രോസസ്സിങ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പൊ നേരെ ഇത് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഇത് ഈ ഐസ് ഉണ്ടാക്കുന്നതിന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഈ ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി, ഇതില് ഐസ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രോസസ്സിങ് എന്താണ്? ഫസ്റ്റ് ലൈന് 30 ലൈൻ ഇരിക്കും. 30 ലൈന്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനിൽ 30, ഇത് 30, അങ്ങനെ 60 ലൈന്. 60 ലൈൻ ഉണ്ട് കേട്ടോ, 60 ലൈന്. ഇതിന്റെ അകത്ത് ഫുള്ള് വെള്ളം നിറച്ചിടുന്ന പണിയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഐസ് ആക്കി മാറ്റാനായിട്ട് ഈ ബോക്സിലാണ് വെള്ളം പിടിക്കുന്നത്. ഇതുണ്ടോ, ഇതിലെ വലിയൊരു പൈപ്പ് ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിലൂടെ ഓരോ ബോക്സിലേക്ക് ഇങ്ങനെ ഓസ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുറക്കും, ഇതുണ്ടോ, ഇങ്ങനെ തുറന്ന് ഇത് നിറച്ച് വെള്ളം പിടിക്കും. ഇങ്ങനെ ഓരോ ഓസും തുറന്ന് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ പിടിക്കും. ഉണ്ടോ, ഇത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഐസ് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ കൊണ്ട് ഇത് അങ്ങ് വെക്കുന്ന പണികളാണ് ഇനി കാണാൻ പോകുന്നത്. ഐസ് ഉണ്ടാക്കാനുള്ള മോൾഡിലേക്ക് ഇത് വെള്ളമെല്ലാം നിറച്ചു കേട്ടോ. ഇനി ഇത് ബ്രെയിൻ ടാങ്കിലേക്ക് ഇത് മുക്കി വെക്കാനായിട്ട് പോവാണ്. വെള്ളം നിറച്ച ഈ ഐസിന്റെ മോൾഡ് ഇത് നമ്മൾ ബ്രെയിൻ ടാങ്കിലേക്ക് മുക്കി വെക്കുകയാണ്. മുക്കി വെച്ചതിന് ശേഷം നമ്മളിത് തടിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തും. ഇതിന്റെ മുകളിൽ കൂടെ ആൾക്കാരെല്ലാം നടക്കുന്നതാണ്. അപ്പം അതും കൂടെ വെച്ച് നമ്മളങ്ങ് ക്ലോസ് ചെയ്തിടും. -10.6 ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് കംപ്രസറിന്റെ യൂണിറ്റ് ആണ്. ഈ കംപ്രസറില് ഒരു ഇന്നും ഔട്ടും ഉണ്ട്. ഈ ഇന്നിലൂടെ ഔട്ടിലൂടെ ഹൈ പ്രഷറിൽ അമോണിയ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവാപറേഷൻ സംഭവിക്കുന്നു. ഇവാപറേഷൻ സംഭവിക്കുന്ന പരമായിട്ട് ഐസ് ഉണ്ടാകുന്നു. ഇതിപ്പോ അങ്ങനെ തുറന്നിടുന്നൊന്നുമല്ല, പണ്ണൻ എന്നെ ഒന്ന് കാട്ടാൻ വേണ്ടി ഇത് തുറന്നിട്ടതാ കേട്ടോ. സംഭവം ഇതിന്റെ വർക്ക് എങ്ങനെയാന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഈ നടുക്കൂടെ വെള്ളം ശക്തമായി ഒഴുകുന്നുണ്ടോ? ഇതിന്റെ അകത്തൂടെയാണ് കംപ്രസറിൽ നിന്നുള്ള ഈ കോയിൽ പോകുന്നത്. അവിടെ ഇരിക്കുന്ന കംപ്രസറിൽ നിന്ന് ഇതുണ്ടോ 2 കോയിലാണ്. ഇതിന്റെ അകത്തൂടെയാണ് അമോണിയം ശക്തമായി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇത് ശക്തമായ കൂളിംഗ് ഇതിന്റെ അകത്ത് വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം തോന്നും, ഇത്ര ഈ ഒരു കൂളിംഗ് വന്നിട്ടും എന്തുകൊണ്ട് ഈ ഒഴുകുന്ന വെള്ളം ഐസായിട്ട് മാറുന്നില്ല എന്ന്.
ഈ ഒഴുകുന്നത് ഉപ്പുലായനി കേട്ടോ. സാധാരണ കടലിലെ വെള്ളം ഐസായിട്ട് മാറാൻ -1.8 ഡിഗ്രി വേണം. ഇത് അതിലും കൂടിയ ഉപ്പുലായനി കേട്ടോ, അതിപൂരിത ലായനി. അതിപൂരിത ലായനി ഐസാക്കി മാറ്റാന് -21 ഡിഗ്രി സെൽഷ്യസ് വേണം. നമ്മൾ ആദ്യം കണ്ടല്ലോ, ഐസ് മോൾഡിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ശുദ്ധജലമാണ്. ശുദ്ധജലം ഐസായി മാറാൻ 0 ഡിഗ്രി സെൽഷ്യസ് മതി. ഇതാണ് ശുദ്ധജലവും ഉപ്പുവെള്ളവും തമ്മിലുള്ള വ്യത്യാസം. ഇതുണ്ടോ, ഈ കാണുന്ന സംഭവമാണ് കണ്ടൻസർ. ഡിസ്ചാർജ് ഗ്യാസിനെ തണുപ്പിക്കലാണ് ഈ കണ്ടൻസറിന്റെ പണി. ഇതുണ്ടോ, ഈ തടിയുടെ പലക ഇവരിത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോ കണ്ടോ, ഇത് നോക്കിക്കേ, ഐസ് നല്ല കട്ടിയായ ഐസ് കേട്ടോ. ഐസിൽ ഇത് നമുക്ക് ചെറിയതായിട്ട് അതിന്റെ വെള്ളമുണ്ട്. നല്ല കൂളിംഗ് ആണ്, നല്ല ഉഗ്രം കൂളിങ്. 1 2 3 4 5 6 7 8 9 10 12 എണ്ണമാണ് കേട്ടോ. ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണമാണ്. അപ്പൊ ഇതിന്റെ ക്രെയിൻ ഉപയോഗിച്ചിട്ട് പതുക്കെ പൊക്കിയെടുക്കാനായിട്ട് പോവാണ്. ഇതിന്റെ 2 സൈഡിൽ ഒരു കൊളുത്തുണ്ട്, അത് കറക്റ്റ് ആക്കി വെക്കും. ഇനി ഇതിപ്പോ ഇത് കണ്ടോ, ഇതിന്റെ മെഷീൻ വെച്ചിട്ട് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത് വെച്ചിട്ട് പതുക്കെ അങ്ങ് പൊക്കാനായിട്ട് പോവാണ്. ഐസ് പൊക്കിയെടുക്കുകയാണ്. ഐസ് മോൾഡ് ഡിപ്പിംഗ് ടാങ്കിലേക്ക് പതുക്കെ അങ്ങ് മുക്കുവാണ്. മുക്കിക്കഴിഞ്ഞിട്ട് 3-4 പ്രാവശ്യം മുക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഐസ് ഇതിൽ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ. ഇതിങ്ങനെ ഈ ഡിപ്പിംഗ് ടാങ്കിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ അങ്ങ് മുക്കി പൊക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഐസ് ഇതിൻ്റെ അകത്ത് വിട്ടു വരാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അതിനാണ് നമ്മുടെ ഈ ഡിപ്പിംഗ് ടാങ്കിൽ മുക്കുന്നത്. ഇതുണ്ടോ ഒരു വണ്ടി വരുന്നത്, ഇത് ഐസ് കളക്ട് ചെയ്യാനായിട്ട് വരുന്ന വണ്ടി കേട്ടോ. എന്ന് വെച്ചാൽ മീനിന്റെ അകത്തേക്കൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഐസ് കളക്ട് ചെയ്യാനായിട്ട് വണ്ടി വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ വണ്ടിക്ക് അകത്തേക്കാണ് ഈ വലിയ ഐസ് കട്ട. ഈ ഒരു കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഈ മെഷീന്റെ അകത്തൂടെ ഐസിനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ലോഡ് ചെയ്യുവാണ്. വണ്ടിയെ കയറ്റി വിട്ട് ബാലൻസ് വരുന്ന ഐസുകൾ ഈ ഒരു സ്റ്റോർ റൂമിലേക്ക് കയറ്റും കേട്ടോ. ഇതിൽ കയറ്റി ഫുള്ള് അടുക്കിയിടും. വീണ്ടും വണ്ടി വരുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് വീണ്ടും എടുത്തു കൊടുക്കും. ഇതൊരു -7 ഡിഗ്രിക്കകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിലേക്ക് കയറ്റി അടുക്കി ഇതുണ്ടോ ഇട്ടേക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.
ഫാക്ടറിയിൽ ഐസ് ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ ഇത് നമ്മളങ്ങ് അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണ് ഐസ് ഫാക്ടറി നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.